ഹായ്, ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. ഫിസിക്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. SSC, RRB ഏതൊരു എക്സാമിനും, PSC എക്സാം, അങ്ങനെ എല്ലാറ്റിനും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് പോലെയാണ് നമ്മൾ ഈ ഒരു ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മോഷൻ, ചലനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം. മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലെ? ഒരു ഒബ്ജക്റ്റ് അതിന്റെ സ്ഥലം മാറുന്നത്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ സ്ഥലം മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഷൻ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് മോഷൻ എന്ന് പറയുന്നത്. മോഷൻ പാത്തിനെയും അതിന്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ടൈപ്സ് ഓഫ് മോഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് മോഷന്റെ ടൈപ്സ് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ പാത്ത്, അതിന്റെ വഴി എന്താണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് മോഷൻ എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെക്റ്റിലീനിയർ മോഷൻ, കർവിലീനിയർ മോഷൻ, സർക്കുലർ മോഷൻ. റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകുന്ന മൂവ്മെന്റ്സിനെയാണ് നമ്മൾ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ കാറ് മൂവ് ചെയ്യുന്നതൊക്കെ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? റെക്റ്റിലീനിയർ മോഷന്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. ഇനി കർവിലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കേർവ്ഡ് പാത്തിൽ കൂടെ പോകുന്ന മോഷനാണ് കർവിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ബോളൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ, ബോൾ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ബോൾ എങ്ങനെയാ പോവുക? ബോൾ ഇങ്ങനെ കർവായിട്ടായിരിക്കും പോകുന്നത് അല്ലെ? അതാണ് കർവിലീനിയർ മോഷൻ. സ്ട്രെയിറ്റ് ലൈനിലല്ല ബോൾ പോകുന്നത്. അടുത്തത് സർക്കുലർ മോഷൻ ആണ്. ഒരു ഫിക്സഡ് പോയിന്റിന്റെ ചുറ്റുമായിട്ട് പോകുന്ന മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. എർത്തിന് ചുറ്റുമായിട്ട് സാറ്റലൈറ്റ് കറങ്ങുന്നത് ഏത് മോഷനിലാണ്? സർക്കുലർ മോഷനിലാണ് കറങ്ങുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ? അടുത്തത് നേച്ചർ അനുസരിച്ച് 2 മോഷൻസ് ആണുള്ളത്, യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും. ഓക്കെ, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കും ഉണ്ടാവുക. വാക്വത്തിൽ കൂടിയുള്ള ലൈറ്റിന്റെ മൂവ്മെന്റ് ഒക്കെ ഏത് മോഷൻ എക്സാമ്പിൾ ആണ്? യൂണിഫോം മോഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്തതാണ് നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് അതിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്പീഡിലല്ല പോകുന്നത് എന്നുണ്ടെങ്കിൽ, സ്പീഡും ഡയറക്ഷനും ഇടയിൽ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഒരു ട്രാഫിക്കിലൊക്കെയുള്ള കാറിന്റെ മൂവ്മെന്റ് നമുക്ക് നോൺ യൂണിഫോം മോഷനിൽ പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പം ടൈപ്സ് ഓഫ് മോഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയുമുണ്ട് 3 മോഷൻ. ഒരെണ്ണമാണ് പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ആയിട്ട് നടക്കുന്ന മോഷൻ. ലൈക്ക് പെൻഡുലം, ഒരു ക്ലോക്കിന്റെ പെൻഡുലം എങ്ങനെയാണ്? ഇങ്ങനെ പോയി, അത് ഇവിടെ പോയി എഗെയിൻ എന്താവും? ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് പോകും. ഈ ഒരു മൂവ്മെന്റ് ഒരു പെർട്ടിക്കുലർ ഫിക്സ്ഡ് ടൈം പീരീഡ് ഇന്റർവെല്ലിലാണ് ഈ മൂവ്മെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? ആ ടൈപ്പ് ഓഫ് മൂവ്മെന്റിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഇനി ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലിന്റെ മോഷൻ ആണ്. അതെന്താണ്? ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അടുത്തതാണ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസിൽ നിന്നുകൊണ്ട് മൂവ് ചെയ്യുന്നതിനെയാണ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. സ്പിന്നിങ് ഫാൻ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെ മോഷൻ ആണ് നോക്കിയത്? റെക്റ്റിലീനിയർ മോഷൻ, കർവിലീനിയർ മോഷൻ, സർക്കുലർ മോഷൻ, യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ, പീരിയോഡിക് മോഷൻ, ഓസിലേറ്ററി മോഷൻ, റൊട്ടേഷണൽ മോഷൻ. ഇത്രയുമാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്പീഡാണ്.
ഓക്കെ, സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തു എന്നതാണ് സ്പീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. സ്പീഡിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡിന്റെ യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എത്ര ടൈപ്സ് സ്പീഡ് ഉണ്ട്? രണ്ട് ടൈപ്പ് സ്പീഡാണുള്ളത്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ടോട്ടൽ ഡിസ്റ്റൻസ്, നമ്മൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്പീഡ് കിട്ടും. ഓക്കെ, അടുത്തതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ, ഒരു ചെറിയ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലുള്ള സ്പീഡിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, ആവറേജ് സ്പീഡ് ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഉണ്ട്. ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്തതാണ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പോകുന്ന സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. വെലോസിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്, യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിയും. ഓക്കെ, യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള കോൺസ്റ്റന്റ് സ്പീഡിൽ പോകുന്നതിനെയാണ് നമ്മൾ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷൻ അല്ലെങ്കിൽ സ്പീഡ് ചേഞ്ച് ആവുന്നതിനെയാണ് നമ്മൾ നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. ഡയറക്ഷൻ അല്ലെങ്കിൽ സ്പീഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. യൂണിഫോം വെലോസിറ്റി ഉണ്ട്, നോൺ യൂണിഫോം വെലോസിറ്റി ഉണ്ട്. ഓക്കെ അല്ലേ? അടുത്തതാണ് ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം, എത്ര ടൈമിൽ, ഒരു പെർട്ടിക്കുലർ ടൈമിൽ വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സലറേഷൻ എന്ന് പറയുന്നത്. ആക്സലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ക്ലിയർ ആയില്ലേ? ഒരു പെർട്ടിക്കുലർ ടൈമിൽ വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ആക്സലറേഷനും രണ്ട് ടൈപ്പ് ആണ് ഉള്ളത്, യൂണിഫോം ആക്സലറേഷനും നോൺ യൂണിഫോം ആക്സലറേഷനും. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ വെലോസിറ്റി ചേഞ്ച് ആവുന്നതിനെയാണ് യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്രീ ഫോൾ, നമ്മൾ വെറുതെ മേലെന്ന് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതെന്താവും? താഴേക്ക് എത്തും തോറും അതിന്റെ സ്പീഡ് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും അല്ലെ? അതെന്താണ്? ആ കൂടുന്നത് ഒരു പെർട്ടിക്കുലർ റേറ്റിലാണ്, തോന്നുന്ന പോലെയല്ല കൂടുന്നത്, പെർട്ടിക്കുലർ റേറ്റിൽ കൂടുന്നതാണ് യൂണിഫോം ആക്സലറേഷൻ. അപ്പൊ നോൺ യൂണിഫോം ആക്സലറേഷൻ എന്തായിരിക്കും? ഇറഗുലർ റേറ്റിൽ വെലോസിറ്റി ചേഞ്ച് ആവുന്നതിനെയാണ് നോൺ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ട് കോൺസ്റ്റന്റ് റേറ്റിൽ ചേഞ്ച് ആവുന്നത് യൂണിഫോം ആക്സലറേഷനും ഇറഗുലർ റേറ്റിൽ ചേഞ്ച് ആവുന്നതാണ് നോൺ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ, മോഷൻ, ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി എന്ത് ചെയ്യാം? ഇക്വേഷൻസ് ഓഫ് മോഷൻ നോക്കാം അല്ലെ? യൂണിഫോം ആക്സലറേഷൻ ഉള്ള ഒരു ഓബ്ജക്റ്റ് ആണെങ്കിൽ, യൂണിഫോം ആക്സലറേഷൻ ഉള്ള ഒരു ഓബ്ജക്റ്റിന് മൂന്ന് ഇക്വേഷൻസ് നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷനിൽ വരുന്നത്, ആദ്യം നമുക്ക് ഇതൊന്ന് നോക്കാം. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ, ടി ടൈം, എസ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ യു ഇനീഷ്യൽ വെലോസിറ്റി, വി ഫൈനൽ വെലോസിറ്റി, എ ആക്സലറേഷൻ, ടി ടൈം, എസ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി നമുക്ക് നോക്കാം വെലോസിറ്റി ടൈം റിലേഷൻ. യൂണിഫോം ആക്സലറേഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറഞ്ഞാൽ v is equal to u plus at. അതെന്താണ്? v എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സലറേഷൻ ഇൻറ്റു ടൈം ആണ് വെലോസിറ്റി ടൈം റിലേഷനിൽ വരുന്നത്. ഇനി ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ s is equal to ut plus half at സ്ക്വയർ ആണ് വരുന്നത്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ആ മൂന്ന് ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
നമുക്കിനി എന്ത് ചെയ്യാം, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, മോഷൻ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇപ്പൊ ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസും ഇവിടെ ഡിസ്റ്റൻസ് ഇവിടെ ടൈം എങ്ങനെ കൊടുത്താലും എങ്ങനെയാ വരിക എന്നറിയോ, ടൈം കൂടുന്തോറും ഡിസ്റ്റൻസ് എന്തായിരിക്കും എന്നറിയോ, കോൺസ്റ്റന്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ യൂണിഫോം മോഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. കാരണം എന്താണ്, ടൈം കൂടുന്തോറും ഡിസ്റ്റൻസ് പ്രോപ്പർ ആയിട്ട് കൂടി 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 വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഇനി അതൊരു കേർവ്ഡ് ലൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കും. എന്താണ്, പ്രോപ്പർ ആയിട്ടായിരിക്കില്ല, ഒരു ചേഞ്ച് വരുന്നതാണ് ആക്സിലറേറ്റഡ് മോഷന്റെ ഗ്രാഫ് വരുന്നത്. അപ്പൊ യൂണിഫോം മോഷൻ ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഗ്രാഫ്, ആക്സിലറേറ്റഡ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ കേർവ്ഡ് ലൈൻ ആയിരിക്കും ഗ്രാഫ് വരുന്നത്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഇങ്ങനൊരു ലൈൻ ആയിരിക്കും കോൺസ്റ്റന്റ് വെലോസിറ്റിക്ക് വരുന്നത്. ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്ലോപ്ഡ് ലൈൻ ആയിരിക്കും വരുന്നത്, ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള ലൈൻ ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫും ഡിസ്റ്റൻസ് ടൈം ഗ്രാഫും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ്, നമുക്കിപ്പൊ നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു, മോഷന്റെ കുറച്ച് കാര്യങ്ങൾ ഓടിച്ചിട്ട് നോക്കി വരാം അല്ലെ. കുറച്ച് കാര്യങ്ങളെ നമ്മൾ ുള്ളൂ. മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി, ടൈപ്സ് ഓഫ് മോഷൻ നോക്കി, റെക്ടിലീനിയർ മോഷൻ, കർവിലീനിയർ മോഷൻ, സർക്കുലർ മോഷൻ, യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ, പീരിയോഡിക്, ഓസിലേറ്ററി, റൊട്ടേഷണൽ. പിന്നെന്താണ്, സ്പീഡ് നോക്കി, വെലോസിറ്റി നോക്കി, ആക്സിലറേഷൻ നോക്കി, ഇക്വേഷൻസ് ഓഫ് മോഷൻ നോക്കി, അതെന്തൊക്കെയാണെന്ന് നോക്കി, ഓൾസോ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും നോക്കി. അപ്പൊ പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.